ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ സെക്കൻഡ് ഷോ തൃശ്ശൂർ രാംദാസ് തിയേറ്ററിൽ നിന്നാണ്. ദാവിദ് മൂവിയാണ്, ദാവിദ് ആൻഡ് ഗോലിയാത്ത്. ദാവിദ് മാത്രമേ ഉള്ളൂ പടത്തിൻ്റെ പേര്. അപ്പോൾ പടം ഹൗസ്ഫുള്ളായിരുന്നു, ബാൽക്കണിയിലിരുന്ന് ഫുള്ള് പടം ഏകദേശം ഒരു 90% മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു. രാഗത്തിലും പടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പെപ്പ ആൻ്റണി, പെപ്പ കട്ട ലോക്കൽ സ്റ്റാർ. പടം പേഴ്സണലി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയ പടമാണ്. പ്രത്യേകിച്ച് സ്പോർട്സ് പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ലാസ്റ്റ് വന്ന് നമ്മുടെ മാത്യു തോമസിൻ്റെ കപ്പ് എന്നൊരു പടം വരെ ഞാൻ എൻജോയ് ചെയ്ത ആളാണ്. ആ പടം തോരണ്ടെന്നൊക്കെ നമുക്കറിയാം, കോമേഴ്സിൽ കിട്ടിയ എത്രയാണ്. പക്ഷെ ആ പടം ഞാൻ എൻജോയ് ചെയ്ത ആളാണ്. കാരണം എനിക്ക് സ്പോർട്സ് പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ആ പടത്തിനെ അപേക്ഷിച്ചൊക്കെ ഈ പടത്തിനെ അപേക്ഷിക്കല്ലായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു ഗംഭീര രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ BGM, സിനിമാറ്റോഗ്രാഫി, പെർഫോമൻസുകൾ, ഫൈറ്റുകളൊക്കെ വേറെ ലെവലാണ്. പക്ഷെ പടം എന്ന് വെച്ചാൽ സ്പോർട്സ് പടങ്ങൾ നമുക്കറിയാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാ സംഭവങ്ങളും ഓൾമോസ്റ്റ് എല്ലാ സ്പോർട്സ് പടങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള സംഭവങ്ങളൊക്കെ ഒരു ക്ലീഷേ ആയിരിക്കും. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലൈമാക്സിൽ ഓൾമോസ്റ്റ് എല്ലാ സ്പോർട്സ് പടങ്ങളിലും അറിയാം നമുക്ക് ക്ലൈമാക്സ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതിൽ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇതിൽ എസ്പെഷ്യലി നമ്മുടെ പെപ്പനെ നമുക്കറിയാം. ആള് സ്ക്രീനിൽ വന്നുള്ള ആളെ സ്വാഗ് കാര്യങ്ങൾ, ആളെ ഫൈറ്റ്, ആ പഞ്ച്, ആ കിൻഡിലിറ്റൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ മനസ്സിൽ പടത്തിൽ പോയത്. അതൊക്കെ എനിക്ക് 100% കിട്ടി. അപ്പോൾ പടത്തിൻ്റെ സംവിധായകൻ ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത പടമാണത്. ദീപു രജീവൻ ഗോവിന്ദ് വിഷ്ണുവാണ് ഈ പടത്തിലെ റൈറ്റേഴ്സ്. പടത്തിൽ ടെക്നിക്കലി ഒരു രക്ഷയില്ല കേട്ടോ. അതിൽ കുറേ BGM, അതുപോലെ തന്നെ കുറേ റാപ്പ് സോങ്സ് ഒക്കെ ഇടയിൽ കയറി വന്ന സാധനങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ BGM, ആ ഫൈറ്റ്. അപ്പോൾ നമുക്ക് പടത്തിലേക്ക് വരണമെങ്കിൽ അത് പെർഫോമൻസുകൾ പറയേണ്ടിയിരിക്കുന്നു. ലിജിമോൾ എല്ലാ പടത്തിലും ഒരു ഗ്യാരണ്ടിയാണ്. നമുക്ക് നല്ല രീതിയിൽ ഈ പടത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെപ്പയുടെ വൈഫായിട്ടുള്ള ക്യാരക്ടറാണ് വരുന്നത്. ആള് നല്ല തൻ്റെടി ആയിട്ടുള്ളൊരു പൊട്ടുവച്ചിക്കാരി പെണ്ണ്. അവനൊപ്പം ജീവിക്കാൻ പറ്റിയ ആഷിഖ് കപൂറിൻ്റെ ഭാര്യ. അങ്ങനെ ജീവിക്കാൻ പറ്റിയ ഭാര്യ എന്നല്ല പറയില്ല. അങ്ങനെ ഓരോരുത്തർക്കും ദൈവം ഓരോന്ന് പടച്ചു വിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആഷിഖ് കപൂറിന് പടച്ചു വിട്ട ലിജിമോൾ ജോസ് നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പടത്തിൽ വൈഫിൻ്റെ റോളാണ് ചെയ്യുന്നത്. അതുപോലെ ആശാൻ വിജയരാഘവൻ നമുക്കറിയാം ഗ്യാരണ്ടിയാണ്. അതിലിങ്ങനെ ഒന്ന് ചില എക്സ്പ്രഷൻസ്, ചില സീനുകൾ, കാര്യങ്ങളൊക്കെ മാത്രം മതി. പിന്നെ ആളെ എക്സ്പീരിയൻസ് നമുക്കറിയാം. ആളൊന്ന് പറഞ്ഞാൽ 2 ഡയലോഗ്സ് ഒക്കെ അടിക്കുന്നു. സത്യം ആശാൻ്റെ റോളാണ്. ഇന്റർവെല്ലിന് മുമ്പ് ആൾ വരുന്നുണ്ട്. ഇന്റർവെല്ലിന് മുമ്പ് അവിടെ പടത്തിൻ്റെ ആ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് വരുന്നത് അവിടെ നിന്നിട്ട് ആൾ വരുന്നുണ്ട്. പിന്നെ ഇന്റർവെല്ലിന് ശേഷം ഫുള്ള് പെപ്പയുടെ ഒപ്പം ഒരു ക്യാരക്ടർ സൂപ്പറാണ്. സൈജ് ഗ്രൂപ്പ് ആള് അറിയാം നമുക്ക് വെറുതെ ഇങ്ങനെ കൗണ്ടറടിച്ച് ചിരിപ്പിക്കാനുള്ള സാധനങ്ങൾ, ചില സിറ്റുവേഷൻ കോമഡീസ് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. എനിക്ക് കുറച്ച് കാലത്തിന് ശേഷം സൈജു ഉറപ്പ് ചെയ്തൊരു രസം പിടിച്ചൊരു ക്യാരക്ടറാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ ഇസ്മൈൽ ഇതിലെ ഒരു ബോക്സർ വരുന്നുണ്ട്. ആള് ക്യൂബക്കാരനാണ്. ക്യൂബക്ക് നാട്ടുകാരൻ, കൺഫ്യൂഷൻ ഉണ്ട്. നാട് പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ട്. അവിടുത്തെ ബോക്സറാണ്. ആള് നാട്ടിൽ വരികയാണ്. അതാണ് മെയിൻ കഥയുടെ സംഭവം. അതായിട്ട് പെപ്പയായിട്ടുണ്ടാകുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഈ പടത്തിൻ്റെ കഥാതന്തു. അപ്പം അതിൽ മെയിൻ ക്യാരക്ടറാണ്. രക്ഷയില്ലാത്ത പെർഫോമൻസ്. ആൾ ബോക്സറാന്ന് പറയുമ്പോൾ കണ്ടറിയാം ശരിക്കും ബോക്സർ ആയിരിക്കണം. കാരണം ആളെ ഫിസിക്കൽ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ബോഡി ലാംഗ്വേജും ഇടുവാണ്. വിനീതട്ട് നൈസായിട്ട് ആളറിയാം. ആള് വന്ന് നിന്ന് സംസാരിച്ച് നമുക്ക് ചിരി വരും. അത് ഈ പടത്തിലും കിട്ടിയിട്ടുണ്ട്. അജു വർഗീസ് നമുക്ക് എല്ലാ പടത്തിലും മിക്ക പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് തോട്ട് കൊണ്ടുവരുന്ന ആളാണ്. പല പടങ്ങളിൽ എടുത്തത് നമുക്ക് ഒരുപാട് പടങ്ങൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹൃദയ എന്നൊരു മൂവിയിൽ ടേണിംഗ് പോയിന്റ് വരുന്ന ഒരാളാണ്. ഒരുപാട് പടങ്ങളുണ്ട്, പെട്ടെന്ന് ഓർമ്മ എന്താ. അജു വർഗീസ് ഒരു പടത്തിൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. ഈ പടത്തിൽ ആള് നൈസായിട്ട് വന്ന് പൊട്ടിച്ചു പോയിട്ട് കുറച്ച് നേരമേ ഉള്ളൂ. അതുപോലെ കിച്ചു അങ്കമാലിക്കാരൻ ക്യാരക്ടർ, ആളൊരു സപ്ലയറാണ്, മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ആളാണ്. പെപ്പയുടെ പണിയതാണ്. അപ്പോൾ അതായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് ഇൻ്റർവ്യൂവിൽ നല്ല രസം പിടിച്ച റോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അച്ചു ബേബി ജോണിൻ്റെ പ്രൊഡ്യൂസറുടെ മകനാണ്. ആളാണ് പോയി പടം പ്രൊഡ്യൂസ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ആള് കുറച്ച് സമയമുള്ളൂ കേട്ടോ. ആള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആളെ കണ്ടിരുന്നു, ഞാൻ ഷെയ്ക്കിൻ്റെ കൊടുത്തു. അടിപൊളിയാണ് സംഭവം. ആളെ ഞാൻ ഈ പടത്തിൽ ആദ്യത്തെ പടം തോന്നുന്നു എനിക്ക്. ആൾ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫൈറ്റ് സീനുണ്ട്. പെപ്പ കീഴടങ്ങുന്ന ഇളം മുമ്പിലാണ്. പക്ഷേ വിജയത്തിന് വേണ്ടി അങ്ങേറ്റം വരുന്ന പോകുന്നൊരു ക്യാരക്ടറാണ് പെപ്പയ്ക്ക്. എൻ്റെ പേടി എന്ന് പറയുന്നൊരു ക്യാരക്ടർ. അപ്പോൾ എനിക്ക് പറക്കുന്നില്ല. വലിയൊരു സ്പോയിലർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് എനിക്ക് പോകുന്നില്ല. ഒരു ക്ലൈമാക്സിൽ വരുന്നുണ്ട് ഒരു സീനിൽ. അത് നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ പടത്തിലുണ്ട്. പിന്നെ ടെക്നിക്കലി പറയണം, എല്ലാവരും പേരെടുത്ത് പറയുന്നവരാണ്. പക്ഷേ എനിക്ക് പോകുന്നില്ല. എല്ലാവരും നൈസാണ്. സിനിമാറ്റോഗ്രാഫി, BGM എല്ലാം. ലൊക്കേഷനൊക്കെ പോർട്ട് കൊച്ചിയാണ് വരുന്നത്, മട്ടാഞ്ചേരി ഏരിയയാണ് വരുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ നന്നായി സ്ക്രീനിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇത് പെപ്പ എന്നൊരു
നമ്മുടെ അങ്കമാലിക്കാരൻ്റെ ഫൈറ്റ് അത് തന്നെയാണ്. ആള് ബോക്സിങ് പഠിച്ചിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടി നല്ല കഷ്ടപ്പെട്ട് ആൾ ഏത് പടം എടുക്കാൻ ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവര് കോമനായിട്ട് സീൻ ഫൈറ്റ്സിന്റെ ഈ ക്ലൈമാക്സിലൂടെ കോമനായിട്ട് സീനുകളുടെ ഫൈറ്റ് ഇതൊക്കെയുണ്ട്. ഇമോഷൻസ് കാണിക്കുന്നതും ജയരാഘവനായിട്ട് തിരിച്ചു വരുന്നത് കയറി വരുന്നതും ഭയങ്കര സംഭവമാണ്. പിന്നെ ബോക്സിംഗ് എന്ന് പറഞ്ഞൊരു സ്പോർട്സിനെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ലാത്ത ആളാണ്. ഞാനിത് കാണാറുണ്ട്, പക്ഷേ അത് കൂടുതൽ അറിയില്ല. പക്ഷേ ഈ പടം കണ്ടപ്പോഴാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇതിലെ ഓപ്പോസിറ്റ് വരുന്ന നമ്മുടെ ബോക്സർ ആള് റെക്കോർഡ് എന്താ വെച്ചാൽ 5 സെറ്റിന് മുകളിൽ ഒരാളാള് നിർത്തിയിട്ടില്ല. ഈ 12 സെറ്റ് വരെ അടിച്ച് നിർത്തുന്ന ഒരു ക്യാരക്ടർ നിർത്തിയിട്ട് 12 സെറ്റ് വരെ പെപ്പയായിട്ട് ആഷിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആഷിക്കപ്പായിട്ട് പിടിച്ച് 12 സെറ്റ് വരെ നിന്നിട്ട് വിജയിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതൽ ഡീറ്റെയിൽ എങ്ങനെയാണ് വിജയം കാര്യങ്ങളൊക്കെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് പോയിരുന്നില്ല, അത് വലിയൊരു സ്പോയിലർ കണ്ടിട്ടുള്ളതുകൊണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി, ഗ്രേറ്റ് പെർഫോമൻസ്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ല മൂവി, നല്ല ക്ലൈമാക്സ് ഒക്കെ രസമായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ പടത്തിൽ. പ്രത്യേകിച്ച് കുറച്ചുകൂടി പൈസയൊക്കെ പമ്പ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി ഈ പടത്തിൽ. കാരണം അതിൽ കുറേ സീനുകളൊക്കെ ഒന്ന് നന്നാക്കാമായിരുന്നു. കുറച്ച് പണത്തിൻ്റെ ഒക്കെ ഫണ്ടിൻ്റെ ഒരു ലിമിറ്റേഷൻ അവിടെ തോന്നി. എനിക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, എന്നാലും എനിക്ക് തോന്നിയത്. കാരണം ഒന്നുകൂടി കളർഫുള്ളൊക്കെ ആയിട്ട് കൊണ്ടുവരാനുള്ള സാധനങ്ങൾ ഈ പടത്തിലുണ്ടായിരുന്നു. ക്രൗഡായാലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിവേ ഒരു സ്പോർട്സ് പടം എന്നുള്ള രീതിയിൽ, ഒരു സ്പോർട്സ് പടം ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ കണ്ടത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് പേഴ്സണലി വളരെ ആവറേജ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്തു. അതിന് കുറേ ലിമിറ്റേഷൻസും നെഗറ്റീവ്സും പോസിറ്റീവ് സൈഡും ഒക്കെ ഉണ്ട്. മൈ പേഴ്സണൽ ഒപ്പീനിയൻ.